ഹായ്, ചില പേഷ്യൻസ് നമ്മുടെ അടുത്ത് പറയാറുണ്ട് ഇന്റർകോഴ്സ് ചെയ്യുമ്പം ഇറക്ഷൻ ശരിക്കും വരുന്നില്ല, അല്ലെങ്കിൽ ഇറക്ടൽ ഡിസ്ഫങ്ഷൻ ഉണ്ടെന്ന്. പക്ഷെ അവര് മാസ്റ്റർബേറ്റ് ചെയ്യുമ്പം അങ്ങനത്തെ ഒരു പ്രശ്നമില്ലാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ഇറക്ടൽ ഡിസ്ഫങ്ഷൻ ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. എല്ലാ സിറ്റുവേഷൻസിലും ഇറക്ടൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാകാറുണ്ടോ, അതോ ചില സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ചില പാർട്ട്നേഴ്സിനോട് മാത്രമേ ഇത് പറ്റുന്നുള്ളൂ എന്നുള്ളത്. ഇങ്ങനെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനെ സിറ്റുവേഷണൽ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്നാണ് പറയുന്നത്. സോ നമ്മുടെ ബോഡിക്ക് കുഴപ്പമൊന്നും കാണില്ല. അങ്ങനെ കുഴപ്പമുണ്ടായിരുന്നെങ്കിൽ നമുക്ക് മാസ്റ്റർബേറ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷെ നമ്മൾ ചില സിറ്റുവേഷൻസിൽ, അതായത് നമ്മുടെ പാർട്ട്ണറുമായിട്ട് അല്ലെങ്കിൽ ഡോക്ടർ ഇപ്പം ഇന്ന ദിവസം തന്നെ ബന്ധപ്പെടണം എന്നാലേ കൺസീവ് ആവത്തുള്ളൂ എന്ന് പറയുമ്പോൾ ആ ദിവസം മാത്രം ഉണ്ടാവുന്ന ഒരു ഇറക്ടൈൽ ഡിസ്ഫങ്ഷന് നമ്മൾ സിറ്റുവേഷണൽ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ പറയും. അതിന് മരുന്ന് വെച്ച് ട്രീറ്റ് ചെയ്യാൻ കുറച്ച് പാടാണ്, ബിക്കോസ് ഫിസിക്കലി നമ്മൾ ഓക്കെ ആണ്. കൂടുതലും കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ വേണം ചെയ്യേണ്ടത്. നമ്മുടെ ആങ്സൈറ്റി അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ആ സമയത്ത് വരുന്ന തോട്ട്സ് ഒക്കെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം, സപ്രസ് ചെയ്യാം. സോ യൂഷ്വലി ഞാൻ കാണുന്നത് ഹസ്ബൻഡിന്റെ മനസ്സിലുണ്ടാവുന്ന ഡൗട്ട്സ് എന്ന് പറയുന്നത്, ഇപ്പം ഇന്റർകോഴ്സ് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്നത് കറക്റ്റ് ആണോ, പുള്ളിക്കാരിക്ക് വേദനയുണ്ടോ, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലാണോ കുട്ടി ഉണ്ടാകുന്നത്, ഇനി കുട്ടി ഉണ്ടായില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ മാസം പീരീഡ്സ് വന്നാൽ ഡോക്ടർ എൻ്റെ കുറ്റമാണെന്ന് പറയോ. ഇങ്ങനെ കുറേ ഡൗട്ട്സും കുറേ കാര്യങ്ങൾ മനസ്സിൽ വരും. അങ്ങനെയൊക്കെയാണ് ഇറക്ഷൻ പോകുന്നത്. സോ ഈ തോട്ട്സ് വരാതിരിക്കാനും അതെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കൗൺസിലിംഗ് സെഷൻ നമ്മൾ ഫെർട്ടിലിറ്റി ഡോക്ടറുമായിട്ടോ അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് നമ്മുടെ പാർട്ട്ണറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ തന്നെ ആ പ്രശ്നം കുറേയൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും.